അപ്പോൾ ഇത് 8ാമത്തെ വീഡിയോ ആയിരിക്കും അല്ലേ? ഐ തിങ്ക് ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ഏകദേശം കവർ ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ തന്നെ നോർമൽ കർവേച്ചർ പഠിച്ചു, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ കർവേച്ചർ. ഈ 2 കർവേച്ചറുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 2 കർവേച്ചറും കൂടി വരുന്നുണ്ട്, ഗോസ് ക്രോണിക്കസ് കർവേച്ചർ ആൻഡ് മീൻ കർവേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2 കർവേച്ചറും കൂടി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ വരുന്നത് പാരാമെട്രൈസ്ഡ് സർഫസസ് എന്നാണ്. നമ്മളിപ്പം ഈ ഒരു പേപ്പർ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തതാണ് പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ. ആ പാരാമെട്രൈസ്ഡ് കർവ് വിത്ത് സർഫസ് ലെവൽ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയിട്ട് ഇത്രയും വരെ നമ്മൾ ആ ഒരു സെക്ഷനിൽ തന്നെ അതിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, അതിൽ നിന്ന് വന്ന ഡെഫിനിഷൻസ്, അതാണ് ബേസ് ഉണ്ടായിരുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് ആ പാരാമെട്രൈസ്ഡ് കർവ് എന്നൊന്ന് കയറി സർഫസിൻ്റെ പാരാമെട്രൈസ്ഡ് സർഫസ് എന്താണെന്ന് കൂടി ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ബേസിക്കായിട്ട് 2 ഡെഫിനിഷനും കൂടിയും ചെയ്തിട്ട് അതിന് കുറച്ചൊരു എക്സാമ്പിൾസും ടെക്സ്റ്റിനകത്തുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാ എക്സാമ്പിളൊന്നും ഞാൻ പറയില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ചോദിച്ച എല്ലാ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യേണ്ടത് ഒരേ കാര്യമാണ്. അപ്പോൾ നമ്മൾ എൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ ചെയ്തിരുന്നത് റെഗുലർ ആണെന്ന് കാണിക്കുമായിരുന്നു, എല്ലാ പോയിൻറ്റും റെഗുലർ പോയിൻറ്റ്സ് ആണെന്ന് കാണിക്കായിരുന്നു. അതേപോലെ ഇവിടെ ഒരൊറ്റ കാര്യമാണ് ചെയ്യേണ്ടത്, അത് കാണിച്ചു കഴിഞ്ഞാൽ പാരാമെട്രൈസ്ഡ് സർഫസ് ആണെന്ന് പറയും. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഡെപ്തിക്ക് പോകുന്നില്ല, ജസ്റ്റ് പാരാമെട്രൈസ്ഡ് സർഫസ് എന്താണെന്നും കൂടി ഡീൽ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. അതിൻ്റെ കുറേ ഡെപ്ത് വൈസ് സാധനങ്ങളില്ല, അത് ഒന്നുകൂടി ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടി ഒന്നുകൂടി എക്സ്പാൻഡഡ് വേർഷൻ ആണല്ലോ. പാരാമെട്രൈസ്ഡ് കർവ് കഴിഞ്ഞ് അതിൻ്റെ പ്രോപ്പർട്ടീസും തിയറംസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ജസ്റ്റ് പാരാമെട്രൈസ്ഡ് സർഫസ് എന്താണെന്ന് കൂടി പറഞ്ഞിട്ടാണ് ഒരു മൊഡ്യൂൾ തീർക്കണം എന്തായാലും. അപ്പോൾ അത് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ല അതിന്, കാരണം അതിനകത്ത് കൂടുതലായിട്ടൊന്നുമില്ല. ആകെ പാരാമെട്രൈസ്ഡ് കർവ്, അതിൻ്റെ ഒരു എക്സാമ്പിൾസ്, അത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിച്ചാലായി. ഒരു എക്സാമ്പിൾ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ഇന്ന് നോക്കുന്നത് ഫസ്റ്റ് ഗോസ് ക്രോണിക്കസ് കർവേച്ചറാണ്. അപ്പം ഇതും മീൻ കർവേച്ചറും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തിയറം വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു തിയറം അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും അത് നേരെ നോക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് ഗോസ് ക്രോണിക്കസ് കർവേച്ചർ നോക്കാം. അപ്പോൾ ഗോസ് ക്രോണിക്കസ് കർവേച്ചർ ഡിനോട്ട് ചെയ്യുന്നത് കെ ഓഫ് പി എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണ നോർമൽ കർവേച്ചർ കെ ഓഫ് ബി ആയിരുന്നു, പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് K1 K2 എക്സെട്ര Kn ആയിരുന്നു. ഇവിടെ ഇത് പറയുന്നത് കെ ഓഫ് പി ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എൽ പി ആണ്, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി എൽ പി നമുക്ക് എന്താ അറിയാം, വെയിൻഗാർട്ടൻ മാപ്പാണ്. വെയിൻഗാർട്ടൻ മാപ്പ് എന്ന് പറയുമ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ പഠിച്ചു. അപ്പം ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും. ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ലീനിയറിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പം ഇവിടെ വെയിൻഗാർട്ടൻ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിറ്റർമിനൻ്റ് ഒരു മെട്രിക്സ് ഉണ്ടാവുമല്ലോ, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ കിട്ടുന്നത് എന്തോ അതാണ് ഗോസ് ക്രോണിക്കസ് കർവേച്ചർ, ദാറ്റ് ഈസ് കെ ഓഫ് പി. ഇനി നമുക്കറിയാം ഇവിടെ നമ്മുടെ വെയിൻഗാർട്ടൻ മാപ്പ് എൽ പിയുടെ കറസ്പോണ്ടിങ് എയ്ഗൺ വാല്യൂസ് ആയിരുന്നു പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന K1 K2 എക്സെട്ര K എന്ന് പറയുന്നത്. ഇനി ജനറലി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ എയ്ഗൺ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റാണ് ഡിറ്റർമിനൻ്റ്, സമ്മാണ് ട്രേസ്. നമ്മൾ പഠിച്ചതാണ്, ലീനിയറിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്, ഫസ്റ്റ് സെമ്മിലായിരുന്നില്ലേ. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ അതൊന്ന് ഓർത്ത് വയ്ക്കുക. എയ്ഗൺ വാല്യൂസ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എയ്ഗൺ വാല്യൂസ് ഉണ്ടാവുമല്ലോ, ആ എയ്ഗൺ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു മെട്രിക്സ് ഉണ്ടാവും. അതിന് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. മെട്രിക്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാം, അത് യുണീക്ക് ആയിരിക്കും. അപ്പോൾ എന്തായാലും ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഈ എയ്ഗൺ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റും, അതുപോലെ തന്നെ എയ്ഗൺ വാല്യൂസിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രേസും കിട്ടും. ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏത് മെട്രിക്സ് ആണോ അതിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് സം ചെയ്യുക, അതാണ് ട്രേസ്. അപ്പോൾ ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് സം ഓഫ് എയ്ഗൺ വാല്യൂസും പ്രൊഡക്റ്റ് ഓഫ് എയ്ഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ദ മെട്രിക്സും ആയിരിക്കും. അപ്പം അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പം എയ്ഗൺ വാല്യൂസ് എന്ന് പറയുന്നത് K1 K2 എക്സെട്ര Kn ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും, ഡിറ്റർമിനൻ്റ് വരും. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ആരാണ്, കെ ഓഫ് പി ആണ്. അപ്പം കെ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് കെ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എൽ പി ആണ് അല്ലേ. കെ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എൽ പി ആണ്. ഇനി ഡിറ്റർമിനൻ്റ് പകരം പ്രൊഡക്റ്റ് ഓഫ് ഏഗൺ വാല്യൂസ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഏഗൺ വാല്യൂസ് ഹിയർ ഏഗൺ വാല്യൂസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ആയിട്ടുള്ള K1 K2 എക്സെട്ര Kn ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു കെ ഓഫ് പി. അപ്പോൾ ഇതാണ് കെ ഓഫ് പി കാണാനുള്ള ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. കെ ഓഫ് പി ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ്. ഇനി ഇത് സ്പെഷ്യൽ കേസ് n ഈക്വൽ ടു 2. അത് ജനറലി n ഉള്ള കേസിലാണ്. n ഈക്വൽ ടു 2 ആവുന്ന കേസിൽ അപ്പോൾ ആൾക്കാർ K1 K2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ആ കർവേച്ചേഴ്സിന് നമ്മൾ ഈ ഗോസ് ക്രോണക്കസ് കർവേച്ചേഴ്സ് എന്ന് പറയുന്നതിന് പകരം ഗോഷ്യൻ കർവേച്ചർ എന്ന് പറയും. ഓക്കെ, ഓഫ് എസ് അറ്റ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ. ഇനി നെക്സ്റ്റ് പറയുന്ന കർവേച്ചറാണ് മീൻ കർവേച്ചർ. അവിടെ നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ആര് തന്നെയാണ്, വെയിൻകാട്ട മാപ്പ് തന്നെയാണ്. ആ വെയിൻകാട്ട മാപ്പ് എൽ പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഉണ്ടാവുമല്ലോ, ആ മെട്രിക്സിൻ്റെ ട്രേസ് എടുക്കുക ഡിവൈഡഡ് ബൈ n എടുക്കുക. അതാണ് മീൻ കർവേച്ചർ എന്ന് പറയുന്നത്. എച്ച് ഓഫ് പി ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു ട്രേസ് ഓഫ് പി. ഞാൻ നേരത്തെ പറഞ്ഞു ട്രേസ് ഓഫ് എൽ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രേസ് ഓഫ് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ഏഗൺ വാല്യൂസ് ആണ്. അപ്പോൾ സം ഓഫ് ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സം ഓഫ് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ആണ്. അപ്പം അതിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 K2 എക്സെട്ര Kn ഡിവൈഡഡ് ബൈ ആരുണ്ട്, n ഉണ്ട്. ഇത് മീൻ കർവേച്ചർ കാണാനുള്ള ഇക്വേഷൻ. ഇത് അത്ര തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ആൾ ഗോസ് ക്രോണക്കസ് കർവേച്ചറാണ് കെ ഓഫ് പി. ഓക്കെ, ഇനി അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്, നോക്കാം. ലെറ്റ് എസ് ബി ആൻ ഓറിയൻറ്റഡ് എൻഡ് സർഫസ് ഇൻ Rn+1 ആൻഡ് പി ബിലോങ്സ് ടു എസ് ആൻഡ് ലെറ്റ് സെഡ് ബി എനി നോൺ സീറോ നോർമൽ വെക്റ്റർ ഫീൽഡ് ഓൺ എ സച്ച് ദാറ്റ് n is equal to z by norm z. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് V1 V2 എക്സെട്ര Vn എന്ന് പറയുന്നത് എസ് പി എന്ന് പറയുന്ന സ്പേസിൻ്റെ ടാൻജൻ സ്പേസിൻ്റെ ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ നേരത്തെ കെ ഓഫ് പി കാണാനുള്ളൊരു ഇക്വേഷൻ പഠിച്ചല്ലേ, K1 K2 എക്സെട്ര Knൻ്റെ പ്രൊഡക്റ്റ്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ കാണാതെ പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യലാണ് ഈ തിയറം. അതിന് കഴിഞ്ഞിട്ട് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിത് പ്രൂവ് ചെയ്യണം. ഒന്നുമില്ല, ഇതൊരു എന്താണ്, കുറേ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ ഇക്വേഷനിലുള്ള ഓരോ സാധനം, ഓരോ ടേംസ് നമ്മൾ ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇക്വേഷൻ തനിയെ അങ്ങ് കിട്ടിക്കോളും. ഓക്കെ, വലിയ പാടുള്ള പണിയൊന്നുമല്ല. എന്തായാലും നോക്കാം. ഇവിടെ വരുന്നത് നമുക്ക് -1 ഡിറ്റർമിനൻ്റ് ഓഫ് del V1 z del V2 z എക്സെട്ര del Vn z z ഓഫ് പി ഹോൾ ഡിവൈഡഡ് ബൈ ആണ് നെക്സ്റ്റ് ടേം വരുന്നത് z ഓഫ് പി നോം z ഓഫ് പി റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് V1 V2 Vn z ഓഫ് പി. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് W1 W2 എക്സെട്ര Wn+1 എന്ന് പറയുന്നത് Rpn+1 വെക്ടേഴ്സ് ആണെന്നും എൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ Rpn+1 n+1 കമ്പോണൻസ് വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ W1സിനെ ഇങ്ങനെ താഴേക്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കി അതൊരു മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് താഴെ വെറുതെ കാണിച്ചു വെച്ചിട്ടുണ്ട് അവർ. അത് നമുക്ക് തിയറത്തിലുള്ളതാണ്. തിയറം കുറച്ച് ലെങ്തിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് n is equal to z by norm z. ചിലപ്പം നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഈ സാധനം മാത്രമേ തരുള്ളൂ. അതായത് ഈ ഒരു ഇക്വേഷൻ മാത്രമേ ഡിറൈവ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യേണ്ടി വരും. ഓക്കെ, ബാക്കിയുള്ള ഇതൊന്നും തരണമെന്നില്ല. അതുകൊണ്ട് ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തിയറം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങുന്നത് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ തിയറത്തിൽ തന്നിട്ടുണ്ട് n is equal to z by norm z എന്നുള്ള രീതിയിൽ. അത് നമ്മൾ തുടങ്ങി n is equal to z by norm z. അത് നമുക്ക് ആരെ എഴുതിയെടുക്കാം, z ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാമല്ലോ. z is equal to n ഇൻറ്റു norm z എന്നാക്കി. ഓക്കെ, അതുവരെ അവിടെ നിന്നാണ് നമ്മൾ തുടക്കം. ഇനി നമുക്ക് ഈ ഇക്വേഷനകത്ത് വേണ്ട കുറച്ച് ടേമുകളാണ് del V1 z del V2 z del Vn z എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പം അതെന്താണെന്ന് അറിയില്ലല്ലോ, അത് നമ്മൾ കാണാൻ പോവുകയാണ്. del V1 V2 ഓരോന്ന് കാണുന്നതിന് പകരം ജനറലി del Vi z കാണുകയാണ്. അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, del Vi z. ഓക്കെ, del Vi z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ del Vi z പകരം നമ്മൾ ഈ ഇത് കൊടുക്കി n ഇൻറ്റു നോം z എന്ന് കൊടുത്തു. ഇനി ഇപ്പം ഉള്ളത് എന്താ, ഡെറിവേറ്റീവ് ഓഫ് del ഓഫ് സംതിങ് ഒരു പ്രൊഡക്റ്റാണ്. del ഓഫ് ഒരു സാധനത്തിൻ്റെ വെക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ n ഓഫ് പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഇത് വരും.
ഇനി നോക്കുക ഡെൽ വി ഐ ഓഫ് നോമ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ സെഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നോമ അല്ലെങ്കിൽ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു സ്കേലാർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ഇത് എന്താ കിട്ടുക, 0 കിട്ടുക. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി, അതായത് ഈ മൊത്തം ടേം 0 ആയിപ്പോയി. ബാക്കിയുള്ളതിനെ എടുത്തെഴുതി, അതാണ് ഡെൽ വി ഐ ഓഫ് സെഡ്. അപ്പോൾ നമുക്ക് ഡെൽ വി ഐ ഓഫ് സെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡെൽ വി വൺ സെഡ് കാണാം, ഡെൽ വി ടു സെഡ് കാണാം, എക്സെട്ര ഡെൽ വി എൻ സെഡ് കണ്ടുകൂടെ കാണാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനകത്ത്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇക്വേഷനകത്ത് എഴുതാനുള്ള ഈ ഭാഗം ഇതൊന്ന് നോക്കാം. എന്താ ഇത്രയും ഭാഗം ഇത് നമുക്ക് എഴുതി വെക്കാമല്ലോ ഇപ്പോൾ, കാരണം ഇതിലത്തെ ഓരോ ടേമും നമുക്ക് കിട്ടിയിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടേം എഴുതാൻ പോവാണ്. ഡെൽ ഡിറ്റർമിനൻ്റ് ഓഫ് ഡെൽ വി വൺ സെഡ് ഡെൽ വി ടു സെഡ് എക്സെട്ര ഡെൽ വി എൻ സെഡ് താഴെ സെഡ് ഓഫ് പി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഇത് കൊടുക്കുക, സെഡ് ഓഫ് പി ഡെൽ വി വൺ എൻ. അങ്ങനെ ഓരോ ടേമും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഡിറ്റർമിനൻ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഡിറ്റർമിനൻ്റിൽ നിന്ന് ഇപ്പോൾ ഒരു n/n മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു റോയിൽ മൊത്തം ഒരു k കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് വലിച്ച് പുറത്തേക്ക് ഇട്ട് എഴുതാം. മെട്രിക്സിന് അങ്ങനെ പറ്റില്ല. മെട്രിക്സിന് പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ എല്ലായിടത്തും ആ k കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, കോമൺ ആണെങ്കിലുള്ളൂ നമുക്ക് എന്തെടുക്കാൻ പറ്റുക, പുറത്തേക്ക് എടുക്കാൻ പറ്റുക. പക്ഷേ ഡിറ്റർമിനൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റോയിൽ ഒരാൾ കോൺസ്റ്റൻ്റ് ആണ്, ഒരു കോമൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു റോയിൽ ഈ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇവിടെ സെഡ് ഓഫ് പി ഉണ്ട്, ആ സെഡ് ഓഫ് പീനെ ഈ റോന്ന് സെഡ് ഓഫ് പീനെ ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു. അങ്ങനെ ഓരോ റോയിൽ നിന്ന് നമ്മൾ സെഡ് ഓഫ് പി നോൺ സെഡ് ഓഫ് പീനെ പുറത്തെടുത്ത n റോസ് അവിടെ വരുന്നുണ്ട്. അപ്പം സെഡ് ഓഫ് പി റേസ് ടു n വരും. ഫസ്റ്റിന്ന് സെഡ് ഓഫ് പി എടുത്തു, സെക്കൻഡ് സെഡ് ഓഫ് പി എടുത്തു കഴിഞ്ഞാൽ സെഡ് ഓഫ് പി സ്ക്വയർ വരും. അങ്ങനെ സെഡ് ഓഫ് പി റേസ് ടു n വന്നു. ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബാക്കിയുള്ള ആൾക്കാർ അതേപോലെ എഴുതി വെച്ചു. ഓക്കെ, അതാണ് നെക്സ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ്. ഇനി അടുത്ത് ചെയ്യുന്ന ഇത് നോക്കി, ഡെൽ വി വൺ ഓഫ് n ആണ്. അതെന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് വെയിൻഗാട്ട മാപ്പിൻ്റെ ഇക്വേഷൻ എൽ പി ഓഫ് ബി ഈക്വൽ ടു മൈനസ് ഡെൽ വി എൻ ആണ്. അപ്പോൾ ഇവിടെ ഡെൽ വി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എൽ പി ഓഫ് വി വൺ, എൽ പി ഓഫ് വി ടു, എൽ പി ഓഫ് വി വൺ വരും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു ഡിറ്റർമിനൻ്റിൻ്റെ ഉള്ളിൽ നോക്കിയാൽ എല്ലാ റോയിലും ആര് കോമൺ ആണ്, -1 കോമൺ അല്ലേ, എല്ലായിടത്തും ഒരു മൈനസ് ഉണ്ട്. ആ മൈനസിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു, -1 റേസ് ടു n വന്നു. അപ്പോൾ അവിടെ അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇക്വേഷനിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും -1 റേസ് ടു n, ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ സെഡ് ഓഫ് പി റേസ് ടു n, ഡിറ്റർമിനൻ്റ് ഓഫ് മേലത്തെ സംഭവം അതേപോലെ എടുത്ത് എഴുതി വെച്ചു. ഇനി ഇവിടെ എൽ പി ഓഫ് വി വൺ ഉണ്ട്, എൽ പി ഓഫ് വി ടു, ഇതിനൊക്കെ നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. നമുക്കറിയാം എൽ പി എന്ന് പറയുന്നത് എസ് പിയിൽ നിന്ന് എസ് പിയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഇവിടെ എസ് പി എന്ന് പറയുന്ന സ്പേസിൻ്റെ ബേസിസ് ആണ് വി വൺ വി ടു എക്സെട്ര വി എൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പം ആ ബേസിസത്തെ അല്ലെങ്കിൽ ആ ഒരു സ്പേസത്തെ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവുമല്ലോ. അപ്പം എൽ പി ഓഫ് വി വണ്ണിനെ എസ് പിയിൽ താളാം. അപ്പം ഈ വി ഐസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആവും, അതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി വെച്ചു. അതുപോലെ തന്നെ സ്കേലേഴ്സായിട്ട് നമ്മൾ A11 A21 അങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇനി എൽ പി ഓഫ് വി ടു പറയുന്നതും അതുപോലെ തന്നെ എസ് പിയിലാത്ത ആളാണ്, വി വൺ വി ടു എക്സെട്ര വി എൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്, അതിനെ എഴുതി. ഈ പറയുന്ന സാധനത്തിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എൽ പി ഓഫ് വി വൺ, എൽ പി ഓഫ് വി ടു എക്സെട്ര എൽ പി ഓഫ് വി എൻ എന്ന് പറയുന്നത് കോളം ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. താഴെ എൽ പി ഓഫ് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം അല്ലേ, അതായത് ഈ കോളം ഈ റോ ഇൻറ്റു ഈ കോളം ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും അല്ലേ. അപ്പം എൽ പി ഓഫ് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, ഈ സാധനം കിട്ടി. നെക്സ്റ്റ് എൽ പി ഓഫ് വി ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത് ചെയ്താൽ മതി. അപ്പം ഈ കാണുന്ന സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൽ വി വൺ വി ടു എക്സെട്ര വി എൻ അത്രയും കാര്യങ്ങളുടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കിടക്കുന്നത്. ഇനി ഈ കിട്ടിയിട്ടുള്ള വാല്യൂ നമുക്ക് ഇനിയിപ്പോൾ എവിടെ കൊണ്ട് കൊടുക്കാം, നമ്മുടെ ഇക്വേഷനകത്ത് കൊണ്ട് കൊടുത്തൂടെ. അതിനെ താഴത്തേക്ക് എടുത്തെഴുതി -1 റേസ് ടു n, സെഡ് ഓഫ് പിൻ്റെ നോം റേസ് ടു n, ഡിറ്റർമിനൻ്റ് ഓഫ് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ആൾ ഡിറ്റർമിനൻ്റ് ഓഫ് ആര് വരും, ഇവിടെ ഒരു സാധനം ഇത്. ഇനി ഈ ഒരു മെട്രിക്സ് എന്താണ്, നമ്മുടെ എൽ പി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് ആണ് എ എന്നുണ്ടെങ്കിൽ ആ എൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും ഇവിടെ കിട്ടുക. അതങ്ങനെയാണ് നമ്മളെപ്പോഴും ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ മെട്രിക്സ് ആക്കി എഴുതുമ്പം ഇതിങ്ങനെ കുത്തനെയുള്ള ആൾക്കാരായിരിക്കും ആര് വരിക, ഇതിൻ്റെ ഓരോ ഫസ്റ്റ് റോയിലത്തെ ആൾക്കാർ വരിക, A11 A12. അതായത് നമുക്ക് കിട്ടുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ജസ്റ്റ് ട്രാൻസ്പോസ് ആണ് നമ്മൾ ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിൽ വരിക. അത് നോക്കിയാൽ അപ്പോൾ നമ്മൾ ഏഗൺ വാല്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനകത്തൊക്കെ അങ്ങനെ തന്നെ ഏഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ ലീനിയർ കോമ്പിനേഷനായിട്ട് വരുന്ന കോൺസ്റ്റൻറ്റിനെ കുത്തനെ എഴുതി കഴിഞ്ഞാലാണ് നമ്മുടെ ഏഗൺ വെക്ടേഴ്സായിട്ട് നമ്മൾ എഴുതി കൊടുക്കാറ്.
അതായത് കുത്തനെ എഴുതുക പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ട്രാൻസ്പോസ് ആയിട്ടാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. നോക്കിയാൽ തന്നെ അറിയാം A11 കഴിഞ്ഞാൽ A21 ആണ് ഇവിടെ. ശരിക്കും A21 താഴത്തല്ലേ വരണ്ടേ? A11, A12, A13 അങ്ങനെയല്ലേ മെട്രിക്സ് പോകണ്ടേ? ഇത് നേരെ ട്രാൻസ്പോസ് ആയിട്ടല്ലേ കിടക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ A ട്രാൻസ്പോസ് ഇൻറ്റു V1, V2 എക്സെട്ര V എന്നുള്ള രീതിയിൽ എഴുതി. ഇനി ഇവിടെ ഒരു സെഡ് ഓഫ് പി കൂടി നമുക്ക് കിട്ടേണ്ടത്, ഇവിടെ ഒരു സെഡ് ഓഫ് പി കൂടി ഉണ്ട് അല്ലേ? ഈ ഒരു സെഡ് ഓഫ് പി കൂടി ഉണ്ട്. അപ്പോൾ ആ സെഡ് ഓഫ് പി ഇവിടെ എഴുതി. അവിടെ എഴുതുമ്പോൾ ഒബ്വിയസ്ലി ഇവിടെ എന്തുകൂടി വേണം? ഒരു 0, 0, 0, 1 എന്ന് പറയുന്ന എലമെൻറ്റ് വേണം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 0 ഇൻറ്റു V1 0, 0 ഇൻറ്റു V2 0 എക്സെട്ര 1 ഇൻറ്റു സെഡ് ഓഫ് പി, ദാറ്റ് ഈസ് സെഡ് ഓഫ് പി മാത്രമായിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഈ സാധനത്തിന് കറസ്പോണ്ടിങ് ഉള്ള ടേമാണ് ഇവിടെ കിടക്കുന്നത്. അതിനെ ഇങ്ങനെ എടുത്ത് എഴുതുന്നതിന് പകരം ഒരു പേര് കൊടുത്തു, A ട്രാൻസ്പോസ്. നമ്മുടെ A എന്ന് പറയുന്നത് LPൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് ആണ്. അതിൻ്റെ ജസ്റ്റ് ട്രാൻസ്പോസ് ആണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിന് നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് B. പ്രൊഡക്റ്റിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മളത് സ്പ്ലിറ്റ് ചെയ്തു. ഡിറ്റർമിനൻ്റ് ഓഫ് ഇതിനും കൊടുത്തു, ഡിറ്റർമിനൻ്റ് ഓഫ് ഇതും കൊടുത്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് A ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A ട്രാൻസ്പോസ്. എൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താലും A ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താലും രണ്ടും സെയിം ആണ്. അതാണ് ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. -1 ഒരു മാറ്റമില്ല. നോം സെഡ് ഓഫ് പി അതിനും മാറ്റമില്ല. A ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും എൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആണ്. സോ ഡിറ്റർമിനൻ്റ് ഓഫ് A ട്രാൻസ്പോസ് എന്നുള്ളത് ഡിറ്റർമിനൻ്റ് ഓഫ് A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മറ്റേ ടേം അതുപോലെ തന്നെ എടുത്തെഴുതി. ക്ലിയർ? ഇനി നമുക്കറിയാം വെയിൻഗാർട്ടൻ മാപ്പ് LPൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനൻ്റ് ആണ് A എന്ന് പറയുന്നത്, മെട്രിക്സ് ആണ് A എന്ന് പറയുന്നത്. അതിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുകയാണ്? ഗോസ് ക്രോണക്കസ് കർവേച്ചർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു, ഡിറ്റർമിനൻ്റ് ഓഫ് LP. ആ ഡിറ്റർമിനൻ്റ് ഓഫ് LP ആണ് ദേ ഇവിടെ കിടക്കുന്നത്. അതല്ലേ K ഓഫ് P. അപ്പോൾ അതും ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിപ്പോൾ അത് എവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ നോക്കിയേ? ഡിറ്റർമിനൻ്റ് ഓഫ് del V1Z, del V2Z എക്സെട്ര Z ഓഫ് പി എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഇപ്പം ഇങ്ങനെ പറയുന്ന ഒരു വലിയ ടേം കിട്ടി അല്ലേ? ഇവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്ന് K ഓഫ് പിന് ഒരു സൈഡിലും ബാക്കിയുള്ളതിനെ മറ്റേ സൈഡിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? വേണ്ട ഇക്വേഷൻ അങ്ങോട്ട് കിട്ടും. എല്ലാ ടേംസും ഇപ്പോൾ ഇതിലുണ്ട്. ഇതിൽ ഈ K ഓഫ് പിനെ മാത്രം ഇവിടെ നിർത്തുക. ബാക്കിയുള്ള ടേംസിനെ മൊത്തം എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി ആരുണ്ട്? ഡിറ്റർമിനൻ്റ് ഓഫ് ഈ സാധനം ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തെ ഈ ടേംസ് കിട്ടും. -1 അപ്പം ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ചോദിക്കുന്ന നിർബന്ധം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഇപ്പോൾ ആരായിരുന്നു അയാളെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. എന്തായാലും ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് കാണാറുണ്ട്. നമ്മൾ സിലബസ് നോക്കുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാറ്. അപ്പം ആ ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നത്. ഒരു എലിപ്സോയിഡ് തന്നിട്ടുണ്ട്. x1² x1² ബൈ A² പ്ലസ് x2² ബൈ B² പ്ലസ് x3² ബൈ C² ഈക്വൽ ടു 1 എന്ന് പറയുന്ന രീതിയിലൊരു എലിപ്സോയിഡ് നമുക്ക് തന്നിട്ടുണ്ട്. എലിപ്സിൻ്റെ 3 ഡയമെൻഷണൽ സാധനം. Z ഓഫ് പി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. Z ഓഫ് പി എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്. Z ഓഫ് പി ഈസ് ഈക്വൽ ടു ഇതാണ്. പിന്നെ P എന്ന് പറഞ്ഞ പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. V1 V2 എന്ന് പറയുന്ന വെക്ടേഴ്സും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഗോഷ്യൻ കർവേച്ചർ ഓഫ് എലിപ്സോയിഡ് ആണ്. ഓക്കെ, കാണേണ്ട കാര്യം ഗോഷ്യൻ കർവേച്ചർ കാണാൻ K ഓഫ് പി എന്നാണ് അതിൻ്റെ നൊട്ടേഷൻ വരുന്നത്. അതിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? -1 ഡിറ്റർമിനൻ്റ് ഓഫ് del V1Z del V2Z ഡിവൈഡഡ് del എക്സെട്ര del VNZ Z ഓഫ് പി ഡിവൈഡഡ് ബൈ Z ഓഫ് പി നോം Z ഓഫ് പി സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് V1 V2 എക്സെട്ര VN Z ഓഫ് പി. ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? അതായത് നേരത്തെ ഉള്ള ആ ഇക്വേഷൻ അത് നമ്മൾ ഇനി ഈ ഇക്വേഷനകത്ത് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ സാധനമാണ്. നോക്കല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് ഫസ്റ്റ് വേണ്ടത് del V1Z വേണം. ഡിറ്റർമിനൻ്റ് -1 ഓക്കെ, നമുക്ക് അങ്ങനെ കൊടുത്താൽ മതി. ബാക്കി del V1Z del V2Z ഇതൊക്കെ കാണണ്ടേ? അപ്പോൾ അവിടെ വെച്ച് നമ്മൾ തുടങ്ങി del V1Z നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇവിടെ എലിപ്സോയിഡാണ്, R3യിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ Z-ന് Z1 Z2 Z3 എന്ന് പറയുന്ന 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു? del V1Z1 del V1Z2. V1 എന്ന് പറയുന്നതിന് മാറ്റമല്ല. വിത്ത് റെസ്പെക്ട് ടു V1ലും വിത്ത് റെസ്പെക്ട് ടു V2ലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം V1ൽ Z1 Z2 Z3. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴും നോട്ട് ചെയ്ത് തന്നെ വെക്കണം.
അപ്പോൾ V1 V2 ചെയ്യേണ്ടത്. ഡെൽ V1Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ V1 എത്ര Z1 സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് തന്നെ പഠിക്കുക. നമ്മളിങ്ങനെ ഇപ്പോൾ വീഡിയോ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ നോട്ട്സ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയതുകൊണ്ടോ നമുക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷേ ചെയ്ത് നോക്കിയാലുള്ളൂ നമ്മൾ സ്റ്റക്കാവും. ആ സ്റ്റക്കാകുമ്പോഴേ നമ്മൾ പിന്നെ അത് നോക്കുള്ളൂ. അല്ലെങ്കിൽ എക്സാമിനകത്ത് ഫസ്റ്റ് നമ്മൾ എക്സാമിനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റക്കായാൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് തന്നെ പഠിക്കുക. ഓരോന്നും സ്റ്റക്കാകുമ്പോഴേ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. നമ്മൾ നോട്ട്സോ വീഡിയോസോ റെഫർ ചെയ്യുക. ഓക്കെ, എന്തായാലും ഇവിടെ ഡെൽ V1Z1 ഡെൽ V1Z2 ഡെൽ V1Z3 എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിൽ ഇനി ഈ സാധനത്തിന് ഡെൽ V1 അല്ലെങ്കിൽ ഡെൽ V ഓഫ് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഡെൽ N.V വരും. ആ ഡെഫിനിഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഇനി ഡെൽ Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രേഡിയൻ്റ് ആണ്. അതെങ്ങനെ നമ്മൾ ചെയ്യാറ്, ഇവിടെ ആദ്യം നമുക്ക് അറിയേണ്ടത് Z ആണ്. Z ഇത് എവിടെ ഉണ്ട്, ഈ കിടക്കണ സാധനമാണ് Z. ഇതിൽ ഇതാണ് Z1, ഇതാണ് Z2, ഇതാണ് Z3. 3 ആൾക്കാർ Z1 Z2 Z3. ഈ Z1-നെയാണ് ഡെൽ Z1. ഇതാണ് ഈ ഒരു x1/a² ഡെല്ലാണ് കാണേണ്ടത്. ഡെൽ എന്ന് പറയുമ്പം ഓരോ വേരിയബിൾസിലും x1 x2 x3 നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം 3 ആൾക്കാർ വരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു x1 ആദ്യം ചെയ്യുക, അത് 1/a² വരും. ഇനി x1/a² വിത്ത് റെസ്പെക്ട് ടു x2 ചെയ്യുമ്പോൾ 0 0. അതാണ് ഡെൽ Z1. ആ ടേമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഡോട്ട് V1 എന്ന് പറയുമ്പോൾ V1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഡോട്ട് V1 ഇവിടെ അപ്ലൈ ചെയ്തു. അതേപോലെ എഴുതി വെച്ചു, കാൽക്കുലേറ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അതുപോലെ തന്നെ ഡെൽ Z2 V1. ഈ Z2 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഈ എലമെൻറ്റിനെ എന്ത് ചെയ്യുക, x1-ലും x2-ലും x3-ലും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ടേം കിട്ടും. P എന്ന് പറഞ്ഞ പോയിൻ്റ് അവിടെ കൺസിസ്റ്റൻ്റ് ആണ്, അത് അവിടെ താഴെ എഴുതിക്കൊണ്ടേ പോരുക. അത് കഴിഞ്ഞ് V1 എന്ന് പറയുന്നത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഡെൽ Z3 ഡോട്ട് V1 ആണ് നെക്സ്റ്റ് ടേം, ഡെൽ Z3 ഡോട്ട്. അപ്പോൾ ഡെൽ Z3 ചെയ്യുക, എന്നിട്ട് ഡോട്ട് V1 എഴുതി കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ, ഓരോ ടേമും നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഡോട്ട് പ്രൊഡക്റ്റ് പറയുമ്പം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇത് ഇൻറ്റു ഇത് മാത്രം വരും, ബാക്കിയുള്ളതൊക്കെ 0 അല്ലേ. 0 ഇൻറ്റു സംതിങ് വരുമ്പോൾ 0 വരും. അപ്പോൾ ഈ ഒരു x2 ഡിവൈഡ് ബൈ a² b² മാത്രം വരും. ഇനി നെക്സ്റ്റ് ടേം നോക്കി, 0 ഇൻറ്റു ഇത് 0 ആയിപ്പോയി, ബാക്കി 1/b² ഇൻറ്റു -x1/a² മാത്രം അത് വരും, പിന്നുള്ളത് 0. അപ്പം ഈ ഒരു ടേം കിട്ടും. നെക്സ്റ്റ് ടേമിൽ നോക്കി, ഈ ഒരു സാധനം ഇതിൽ 0 ഇൻറ്റു ഈ ടേം, 0 ഇൻറ്റു ഇത് ആൻഡ് 1/c² ഇൻറ്റു 0 എല്ലാം 0 ആണ്. അപ്പോൾ ആ കമ്പോണൻറ്റ് 0. അപ്പോൾ ഡെൽ V1Z നമുക്ക് കിട്ടി. സിമിലർലി നമ്മൾ എന്ത് കാണാം, ഡെൽ V2Z. വേറെ ഒന്നിനും മാറ്റമില്ല, V1 ഉള്ളിടത്ത് V2 ഇട്ട് കൊടുക്കുക. V2 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതാണ് V2. അപ്പോൾ V1 എവിടെ ഉള്ളോ അവിടെ V2 ഇട്ട് കൊടുത്ത് ചെയ്തുമ്പോൾ നമുക്ക് ഡെൽ V2Z കിട്ടുക, അത് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഡിറ്റർമിനൻ്റ് ഓഫ് ഇത് കാണാം. V1 V2 Vn ഇല്ല, ഇവിടെ ആകെ 2 V1ഉം V2 ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി ഈ ഡിറ്റർമിനൻ്റ് കാണണം, അത് നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് ഡെൽ V1Z ഡെൽ V2Z Z ഓഫ് P ആണ്. ഡെൽ V1Z നമുക്ക് കിട്ടിയതായിരുന്നു അല്ലേ. ഡെൽ V1Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അത് നമ്മൾ എഴുതി. ഡെൽ V2Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കിട്ടിയിട്ടുള്ള കമ്പോണൻസ് നമ്മൾ മെട്രിക്സ് ആക്കിയിട്ട് എഴുതാണ്. ഇനി Z ഓഫ് P എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതാണ് Z ഓഫ് P. ഇനി എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് എടുക്കാൻ അതിൽ സാധാരണ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുക. സാധാരണ ഡിറ്റർമിനൻ്റ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് റോ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മളെന്താ ചെയ്യാറ്, ഡിറ്റർമിനൻ്റ് എടുക്കുക, ഈ എലമെൻറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ, ഈ ഒരു ഫസ്റ്റ് റോ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത് ഇൻറ്റു പിന്നെ ഇതും അങ്ങ് ക്യാൻസൽ ചെയ്യുക. ബാക്കി ഇത് ക്രോസ് ചെയ്യുക, അതായത് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പോൾ എന്താണ്, x2/a² b² ഇൻറ്റു, ഇനി ഇതങ്ങ് ക്യാൻസൽ ചെയ്തു. ബാക്കി ഇതേ ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 0 ഇൻറ്റു സാധനം 0 തന്നെ, ബാക്കി മൈനസ് ഇതേ ഇൻറ്റു ഇത് ഇത് പറയുമ്പോൾ ഈ ടേം എന്താണ്, x2/b² ഇൻറ്റു മൈനസ് x2/a² c² വരും. അത് ചെയ്യുമ്പം മൈനസ് വരും. ഈ സാധനം മൈനസ് ഇതല്ലേ, അപ്പോൾ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ടാവുകൊണ്ട് മൈനസ് പ്ലസ് ആയി. ബാക്കി x2 x1 വന്നു, ഡിവൈഡ് ബൈ a² c² b² വന്നു. അതാണ് ഈ ടേം എടുക്കണത്. പിന്നെ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് റോയിൽ ചെയ്യുമ്പം ഇത് ഇൻറ്റു ഇതിനെ ക്രോസ് ചെയ്തു,
മൈനസ് ഈ ടേം, അപ്പോൾ നമ്മൾ ഈ സാധനം ക്രോസ് ചെയ്യുക, അതായത് ഇത് ക്യാൻസൽ ചെയ്യുക, ഈ റോയും ഈ കോളവും ക്യാൻസൽ ചെയ്തിട്ട് ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്ത് മൈനസ് ചെയ്യുക. അപ്പം ഇവിടുത്തെ ടേം ഏതാ? മൈനസ് ഇത് ഇൻറ്റു മൈനസ് മൈനസ് വീണ്ടും പ്ലസ് ആയി x1/a²b² വന്നു. എന്നിട്ട് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ഈ രണ്ട് എലമെൻറ്റ് തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പോൾ x3² ഡിവൈഡ് ന്യൂമറേറ്റർ x3 ആണ്. അപ്പോൾ x3² ഡിവൈഡ് ബൈ a²c⁴ വന്നു. മൈനസ് ഈ ടേം, മൈനസ് ഇവിടെയും വീണ്ടും ഒരു മൈനസ് എഴുതാം, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി x1² ഡിവൈഡ് ബൈ a⁴c². ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ആൾ ഇത് ക്യാൻസൽ ചെയ്യുന്നു, ഇത് ക്രോസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം 0 ആണ്. 0 ഇൻറ്റു സംതിങ് 0 ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ കിട്ടിയ സാധനത്തിന് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നേരെ എടുത്ത് എഴുതിയാൽ മതി. x2 ഇൻറ്റു x2, x2² ആൻഡ് x1. അപ്പോൾ ന്യൂമറേറ്ററിൽ x1 ഇൻറ്റു x2² ഡിവൈഡ് ബൈ a⁴ വരുന്നുണ്ട്, b⁴ വരുന്നുണ്ട്, c². ഓക്കെ, ഇത് മൊത്തം നോക്കുക. അങ്ങനെ ചെയ്താൽ അത് കിട്ടി. ഇനി ഇവിടെ വരുമ്പം ഈ ടേം ഈ രണ്ടാൾക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 ടേംസ് കിട്ടും. ഒന്നുമില്ല, ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഇനി ഇതിലെല്ലാത്തിലും ആര് കോമൺ ആണ്? ന്യൂമറേറ്ററിൽ എല്ലാവരിലും ഈ 3 ടേമിലും ന്യൂമറേറ്ററിൽ പൊതുവായിട്ട് ആരുണ്ട്? x1 ഉണ്ട്. ആ x1 വലിച്ച് പുറത്തേക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ a⁴ എല്ലാത്തിലും ഉണ്ട്, പക്ഷെ b⁴ എല്ലാത്തിലും ഇല്ല, b² എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ a⁴, b², c² കോമൺ ആയതുകൊണ്ട് ഈ ഒരു ടേമിനെ നമ്മൾ പുറത്തേക്ക് കിട്ടും. ഇനി ഇതിന്ന് ഈ ഒരു ടേമെന്ന് x1 ഡിവൈഡ് ബൈ a⁴ b² c² പുറത്തുനിന്ന് എന്ത് വരും? x1 പോന്നു, ബാക്കി ആരുണ്ട്? x2² വന്നു. x2² ഡിവൈഡ് ബൈ ഇവിടെ a⁴ വന്നു, b² c² വന്നാൽ ഇവിടെ ബാക്കി b² മാത്രം വരും. ക്ലിയർ ആണല്ലോ അല്ലേ? x1 പോന്നു, a⁴ വന്നു, c² പോന്നു, ഇവിടുന്ന് b² പോന്നു. അപ്പോൾ ബാക്കി b² വരും, x2². അതാണ് ഈ ടേം. അതിനെ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഈ ടേമെന്ന് പോകുന്ന ബാക്കി റിമെയിൻ ചെയ്യുന്നത് ഇതാണ്. ഇനി നെക്സ്റ്റ് ടേമെന്ന് ഈ ടേമൊന്നും x1 ബൈ a⁴ b² c² പുറത്ത് വന്നാൽ ബാക്കി x3² ഡിവൈഡ് ബൈ c² വരും. അതാണ് ഈ ടേം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് ആരെ ഈ x1 ഡിവൈഡ് ബൈ a⁴ b² c² പുറത്ത് വന്നാൽ ബാക്കി x1² ഡിവൈഡ് ബൈ a² വന്നു. അതിനങ്ങനെ ഓർഡറിലാക്കി എഴുതിയതാണെന്ന് മാത്രമേ ഉള്ളൂ. സാധനം സെയിം ടേമാണ്, സമ്മല്ലേ, നമുക്ക് ഓർഡർ മാറ്റി എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എലിപ്സോയിഡിലാണ് സർഫസ്, ഈ സാധനം = 1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോഴേ ഉണ്ട് ദ എലിപ്സോയിഡ് x² ബൈ a² പ്ലസ് x2² ബൈ b² പ്ലസ് x3² ബൈ c² = 1 എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ ഈ വാല്യൂ = 1 ആണ്. ബാക്കിയുള്ള ടേമിനെ എഴുതി വെച്ചു. അപ്പോൾ ഇതാണ് ഒരു നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ടേം. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട ആളാണ് ആര്? ഡിറ്റർമിനൻ്റ് ഓഫ് v1 v2 z(p). ഇത് നെക്സ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ ചെയ്യുക. v1 ഡിറ്റർമിനൻ്റ് ഓഫ് v1 എന്ന് പറയുന്ന ടേം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വെക്ടർ. ആ വെക്ടറിനെ എഴുതി. v2 എന്ന് പറയുന്നതും z(p) എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതും ഇതേപോലെ തന്നെ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കും. നമ്മൾ +1 +2 കണ്ട് പഠിക്കുന്ന സാധനമാണ്. ജസ്റ്റ് സാധാ ഡിറ്റർമിനൻ്റ് തന്നെയാണ്. 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. ഇത് ഇൻറ്റു ഇത് ക്യാൻസൽ ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. നെക്സ്റ്റ് മൈനസ് ഇത് ഇൻറ്റു ഇത് ക്രോസ് ചെയ്യുക. നെക്സ്റ്റ് ഇത് ഇൻറ്റു ഇത് കളഞ്ഞിട്ട് ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സാധനം. അങ്ങനെ ചെയ്തിട്ട് കിട്ടിയതാണ് ഇത്. ഓക്കെ, ചെയ്ത് നോക്കണേ. ഇനി നോം z(p) എന്ന് പറയുന്നത് ഇക്വേഷനിൽ വേണ്ട അടുത്ത കാര്യമാണ്. ഏത് എലമെൻറ്റിൻ്റെയും നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയർ എടുക്കുക, സം എടുക്കുക, അതല്ലേ. അതാണ് ഇവിടെ z(p)യിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സ്ക്വയർ, സെക്കൻഡ്, അങ്ങനെ സ്ക്വയർ എടുത്തു, സം എടുത്തു, (1/2) റൂട്ട് എന്ന് പറയുന്നതിന് പകരം (1/2) എഴുതി. ഇപ്പം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ടേമുകളും കിട്ടി. ഇനി k(p) എന്ന് പറയുന്ന ഈ ഇതിനകത്ത് നമ്മൾ ഓരോ സാധനവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡിറ്റർമിനൻ്റ് ഓഫ് ഇത് കിട്ടി, ഇത് കിട്ടി, ഇതും കിട്ടി. ഇവിടെ നോം z(p)ൻ്റെ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് ആരാണ്? z(p) ആണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഈ (1/2) പോയി കിട്ടും. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഈ ഒരു ടേം മാത്രം വരും. അപ്പോൾ നമുക്ക് ഇത് മാത്രം കൊടുത്താൽ മതി. ഇൻറ്റു നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ഡിറ്റർമിനൻ്റ് ഓഫ് ഇതാണ് ഇവിടെ കിടക്കണത്.
ഓക്കെ, അങ്ങനെ കിട്ടിയിട്ടുള്ള വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ് നെക്സ്റ്റ് വരുന്നത്. അങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ പറ്റാവുന്നിടത്തോളം അത് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തും. മാക്സിമം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ ആൻസറായി. പിന്നെ ഒതുക്കാൻ പറ്റുന്നിടത്തോളം ഒന്ന് ഒതുക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗോസ് ക്രോണക്കസ് കർവേച്ചർ കാണുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. അതല്ല ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോമുല അപ്ലൈ ചെയ്യണം. ഓക്കെ, എന്തായാലും ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് പാരാമെട്രൈസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരാമെട്രൈസ്ഡ് കർവ് നമ്മൾ കംപ്ലീറ്റ് ആക്കി, അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പോന്നിരുന്നത്. ഇനി പാരാമെട്രൈസ്ഡ് സർഫസ് എന്താണെന്നും അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന 1-2 ഡെഫിനിഷൻസും അതിനൊരു എക്സാമ്പിളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അവസാനത്തേക്ക് എത്തി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫൈ എന്ന് പറയുന്നൊരു മാപ്പാണ്. നമ്മളവിടെ മുന്നേ പറഞ്ഞിരുന്നത് എഫ് എന്ന് പറഞ്ഞ മാപ്പ്, ആൽഫ എന്ന് പറയുന്ന പാരാമെട്രൈസ്ഡ് കർവ് അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫൈ എന്ന് പറയുന്നത് യുവിൽ നിന്ന് RM-ലേക്കുള്ള, യു എന്ന് പറയുന്നത് RM-ൻ്റെ ഒരു ഓപ്പൺ സെറ്റാണ്. RM-ലേക്കുള്ള ഒരു സ്മൂത്ത് മാപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ മാപ്പിനെ നമ്മൾ D5 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ D5 എന്ന് പറയുന്നത് യു ക്രോസ് RM നിന്ന് RM ക്രോസ് RM-ലേക്കുള്ള അനദർ മാപ്പായിരിക്കും. അടുത്ത എലമെൻറ്റ് എങ്ങനെയായിരിക്കും, PV എന്ന് പറഞ്ഞ ഫോമുല ആയിരിക്കും വരിക. യു ക്രോസ് R എന്ന് പറയുമ്പോൾ 2 എണ്ണത്തിൻ്റെ പെയറായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓർഡർഡ് പെയറായിട്ട് എഴുതാൻ പറ്റും. യുവിൽ നിന്നുള്ളത് P, RN എന്നുള്ളത് V, ഇങ്ങനെയായിരിക്കും എലമെൻറ്റ് ഉണ്ടാവുക. എന്തായാലും അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, D5 of V is equal to 5 composite alpha dot of T0. ഇതാണ് ഡെഫിനിഷൻ. അതിൻ്റെ ഡിഫറൻഷ്യൽ മാപ്പിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിനെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ വേറൊരു ഇക്വേഷനിലേക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ഒരു നോട്ടാണ്. അതായത് ഇവിടെ ആൽഫ എന്ന് പറയുന്ന ആൾക്ക് വലിയ റോളൊന്നുമില്ല, ആൽഫയിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയണത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. D5 of V എന്ന് പറയുന്നത് നമുക്കറിയാം 5 composite alpha dot of T0 ആണെന്ന് അല്ലേ, നമ്മളത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ 5-1, 5-2 എക്സെട്ര 5M എന്ന് പറയുന്ന കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കാരണം RM-ലേക്കുള്ളതാണല്ലോ മാപ്പ്. അപ്പോൾ ഓരോന്നാക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഡെറിവേറ്റീവ് കൊടുത്തിട്ട് തന്നെ. ഇനി 5 composite alpha dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വട്ടം ചെയ്തിട്ടുള്ളതാണ് ഡെല്ലിൻ്റെ ഫോമിക്ക്. del phi 1 of alpha of T0 into alpha dot of T0. അത് ഓരോ ടേമിനും നമ്മൾ ഡെല്ല് വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ആൽഫ ഓഫ് T0 എന്ന് പറഞ്ഞാൽ P ആണെന്ന് അറിയാം. അപ്പോൾ ആൽഫ ഓഫ് T0 എന്നുള്ളിടത്തൊക്കെ P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ടേം കിട്ടി. ഇത് എന്തിൻ്റെ ഡെഫിനിഷനാണ്, ഡെൽ വിൻ്റെ ഡെഫിനിഷനല്ലേ. del V of phi1 എക്സെട്ര del V of phi-m കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, D5 of V എന്ന് പറയുന്ന ഡെറിവേറ്റീവ് മാപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു phi of P del V phi1 del V phi2 del V phi-m എന്ന് പറയുന്നതാണ്. ഇതിൽ ആൽഫ ഉണ്ടോ, ഇല്ല. അപ്പോൾ ആൽഫയിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇതാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഈ D5 എന്ന് പറയുന്ന ഈ മാപ്പ് ലീനിയർ ആണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയണത്. പിന്നെ ടാൻജൻറ്റ് ബണ്ടിൽ എന്താണെന്ന്, അപ്പം ടാൻജൻറ്റ് സ്പേസ് പഠിച്ചില്ലേ, അതേപോലെ ടാൻജൻറ്റ് ബണ്ടിൽ എന്താണെന്ന് പറയണതാണ് ഇവിടുത്തെ ഒരു ഡെഫിനിഷൻ. ഒരു സെറ്റ് യു ക്രോസ് R എന്ന് പറയുന്ന സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് P belongs to U RPN is called the tangent bundle of open set U. യു എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൻ്റെ ടാൻജൻറ്റ് ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്രോസ് R എന്ന് പറയുന്ന സെറ്റാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് P belongs to U RP⁻n. അതായത് RP⁻n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഇനി യു എന്ന് പറയുന്ന സെറ്റിൻ്റെ ടാൻജൻറ്റ് ബണ്ടിലാണെങ്കിൽ യു എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റാണ്. അവിടെ ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും, അതിന് നമ്മൾ P-ന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെ ഓരോ P-ക്കും കറസ്പോണ്ടിങ് ആയിട്ട് RP⁻n ഉണ്ടാവും. അതിൻ്റെയൊക്കെ പാടെ ഓരോ P-ൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള RP-കളുണ്ട്. അതിൻ്റെയൊക്കെ പാടെ യൂണിയനാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് T of U എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ടാൻജൻറ്റ് ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ T of U ആണ്. യൂണിയൻ ഓഫ് P belongs to U RP⁻n എന്നുള്ളതാണ് ആ സെറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ പറയുന്ന ഫൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ മാപ്പ് സ്മൂത്ത് ആണെന്നും അത് ഇൻറ്റു T of Uയിൽ നിന്ന് T of RM-ലേക്കുള്ള ഇൻറ്റു സ്മൂത്ത് മാപ്പാണെന്നൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. ജസ്റ്റ് ഡെഫിനിഷൻസ് ആണ്, അല്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന ചില നോട്ടുകളാണ്, ഒന്ന് വായിച്ചോക്കെ.
ഇനി പാരാമെട്രൈസ്ഡ് സർഫസ് എന്താണ്? ഇതാണ് നമ്മുടെ മെയിൻ കാര്യം. പാരാമെട്രൈസ്ഡ് കർവ് പറഞ്ഞ പോലെ തന്നെ പാരാമെട്രൈസ്ഡ് സർഫസ് അല്ലെങ്കിൽ എൻ സർഫസ് നമ്മൾ പറഞ്ഞു. എൻ സർഫസ് ആവണമെന്നുണ്ടെങ്കിൽ ആ സർഫസിൻ്റെ എല്ലാ പോയിൻറ്റ്സും റെഗുലർ ആകുമ്പോഴാണ് നമ്മളത് എൻ സർഫസ്. അങ്ങനെയായിരുന്നു എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമ്മൾ എൻ സർഫസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലാരിറ്റിയാണ് ചെക്ക് ചെയ്തിരുന്നത്. അതേപോലെ ഇവിടെയും പാരാമെട്രൈസ്ഡ് സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഒറ്റ കാര്യം ചെയ്യാതെ മതി. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ പാരാമെട്രൈസ്ഡ് സർഫസ് ആവണമെന്നുണ്ടെങ്കിൽ യു എന്ന് പറയുന്നത് കണക്റ്റഡ് ഓപ്പൺ സെറ്റ് ആണ്. നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് യുവിൽ നിന്ന് RN+Kയിലേക്കുള്ള ഒരു മാപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യു എന്ന് പറയുന്നത് കണക്റ്റഡ് ഓപ്പൺ സെറ്റ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഈസ് റെഗുലറും ആയിരിക്കണം. ആ മാപ്പ് എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഈ ഡിഫറൻഷ്യൽ മാപ്പ് D5P ഉണ്ടല്ലോ, അത് നോൺ സിംഗുലർ ആയാൽ മതി. ഇപ്പോൾ നോൺ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ലീനിയർ മാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് നോൺ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0. അതില്ലാന്നുണ്ടെങ്കിൽ റാങ്ക് ഫുൾ റാങ്ക് ആണ്. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴേ റാങ്ക് ഫുൾ റാങ്ക് നമുക്ക് കിട്ടും. ഡിറ്റർമിനൻറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റാങ്ക് എന്താവില്ല, 0 അല്ലെങ്കിൽ ഫുൾ ആവില്ല. അപ്പോൾ റാങ്ക് N ആണെന്ന് പ്രൂവ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻറ്റ് നോൺ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പം അത് ആരിൽ വെച്ച് വെക്കലാണ് സുഖം. ഡിറ്റർമിനൻറ്റ് നോൺ 0, അപ്പോഴാണ് നോൺ സിംഗുലർ എന്ന് പറയുന്നത്. അപ്പോൾ D5P എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സർഫസ് നമുക്ക് തന്നിട്ടുണ്ടത് പാരാമെട്രൈസ്ഡ് സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ D5P കാണുക, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വരുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. നോക്കാം. ഫൈ എന്ന് പറയുന്നത് മാപ്പ് തന്നിട്ടുണ്ട്. ഫൈ ഓഫ് T θ is equal to 1 + T cos θ/2 × cos θ, 1 + cos θ/2 × sin θ, T sin θ/2. ഇത് നമ്മളെ മൊബിയസ് ബാൻഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പാരാമെട്രിക് ഫോമാണ് ഈ തന്നിട്ടുള്ളത്. ഇതൊരു പാരാമെട്രൈസ്ഡ് ടു സർഫസ് ആണ്. ഇൻ R3-നകത്താണുള്ളത്. പാരാമെട്രൈസ്ഡ് ടു സർഫസ് എന്ന് പറയാൻ കാരണം R3 പറയുമ്പോൾ നമ്മൾ 2 ആണല്ലോ പറയുക. Rn+1 N സർഫസ് എന്ന് പറയും. അപ്പം ഇത് പാരാമെട്രൈസ്ഡ് ടു സർഫസ് ഇൻ R3 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, D5P കാണണം, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ D5P കാണണം. ഫൈ എന്ന് പറയുന്നത് ആരാ, Tയിലും തീറ്റയിലും 2 വേരിയബിൾസ് ഉള്ള ഫങ്ഷനാണ് അല്ലെങ്കിൽ മാപ്പാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ D5P ഡെറിവേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിയും ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു തീറ്റയും ചെയ്യണം, മറക്കരുത്. ഇവിടെ എത്ര കമ്പോണൻസ് വരുന്നുണ്ട്, R3 ആയതുകൊണ്ട് തന്നെ φ1 വരുന്നുണ്ട്, φ2 വരുന്നുണ്ട്, φ3. ഇത് φ1, ഇത് φ2, ലാസ്റ്റത്തെ φ3. അപ്പോൾ ഓരോ φ1നെ വിത്ത് റെസ്പെക്ട് ടു ടിയിലും ചെയ്യുക, തീറ്റയിലും ചെയ്യുക. അതാണ് ഈ കാണുന്നത്. φ1 എന്ന് പറഞ്ഞതിന് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്യുന്നതാണ് ∂φ1/∂t. വിത്ത് റെസ്പെക്ട് തീറ്റ ചെയ്യുന്നത് ∂φ1/∂θ. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക, φ2 എന്ന് പറഞ്ഞ സാധനത്തിനെ ടിയിലും ചെയ്യുക, തീറ്റയിലും ചെയ്യുക, φ3നെ ടിയിലും തീറ്റയിലും ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് D5P. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് D5P കിട്ടും. അത് നോൺ 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ ആണല്ലോ, ചെയ്യല്ലേ. അപ്പോൾ താഴെ നോക്കാം. ആദ്യം φ1നെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുന്നതാണ്. അപ്പോൾ φ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് φ1 എന്ന് പറയുന്നത്. അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാം. ടി ചെയ്യുമ്പോൾ എന്ത് വരും, കോസ് തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. ഓക്കെ, കോസ് തീറ്റ അത് എന്താണ്, ടിയിൽ ചെയ്യുമ്പം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് വരിക. ടി എന്ന് പറയുന്ന ടേം അവിടെ ആബ്സെൻ്റ് ആയിരുന്നു, കോസ് തീറ്റ കോൺസ്റ്റൻറ്റ് വന്നു. ഇനി 1 + T cos θ, 1ൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ടി കോസ് തീറ്റൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ടീൻ്റെ 1 കോസ് തീറ്റ കോൺസ്റ്റൻറ്റ്, കോസ് θ/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. അപ്പം ഇതാണ് എന്ത് വരിക, ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വരിക. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനത്തിനെ തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. തീറ്റയിൽ ചെയ്യുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഒരു തീറ്റയുടെ ടേം ഉണ്ട്, ഇവിടെ വേറൊരു തീറ്റയുടെ ടേം ഉണ്ട്. അപ്പോൾ തന്നെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ 1 + T cos θ/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 + T cos θ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഈ ടേം കിട്ടും. അങ്ങനെ ഓരോ φ1, φ2, φ3 എന്ന് പറയുന്ന 3 ആൾക്കാരെയും വിത്ത് റെസ്പെക്ട് ടിയിലും തീറ്റയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഇത് ഏത് ഓർഡറുള്ള മെട്രിക്സാണ്, 3 റോസും 2 കോളംസ്. അപ്പോൾ 3/2
വരുന്നൊരു മെട്രിക്സാണ്. പക്ഷേ നമുക്ക് ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്ക്വയർ മെട്രിക്സിനും ഡിറ്റർമിനൻ്റ് പോസിബിൾ ആവുള്ളൂ. അതായത് n/n മെട്രിക്സ് ആകുമ്പോൾ അപ്പോൾ ഈ സാധനത്തിൽ നമ്മൾ 2/2 ആയിട്ട് കട്ട് ചെയ്തു. അതായത് ഇത്രയും ഭാഗത്തിൻ്റെ മാത്രം നമ്മൾ എന്തെടുത്താൽ മതി, ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. അതിനെ ഡിറ്റർമിനൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് 2/2 മെട്രിക്സിനെ എടുത്തെഴുതി. അത് ഡിറ്റർമിനൻ്റ് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് ഇത് ക്രോസ് ചെയ്താൽ മതി. അതായത് ഇത് ഇൻറ്റു ഇത് ചെയ്യാം, മൈനസ് ഇത് ഇൻറ്റു ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാൻസൽ ചെയ്ത എല്ലാ എലമെൻറ്റ്സും ഒന്നും കൂടുതലായിട്ടില്ല, എല്ലാ എലമെൻറ്റ്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഈ ഒരു ടേം വരും. ഇതെന്ന് പറയുന്നത് എന്താ, നോൺ സീറോ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടി, cos θ/2 ഇൻറ്റു 1 + t cos θ/2. അതെന്തായാലും സീറോ അല്ലല്ലോ, സീറോ അല്ലാന്നാണ് നമുക്ക്, സീറോ അല്ലാത്ത ഒരു നോൺ സീറോ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിറ്റർമിനൻ്റ് ഓഫ് d∅p എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയതുകൊണ്ട് തന്നെ ഈ d∅p എന്ന് പറയുന്ന സാധനം നോൺ സിംഗുലർ ആണ്. റാങ്ക് ഇതിൻ്റെ 2 ആണ്, കാരണം ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയതുകൊണ്ട് ഫുൾ റാങ്ക് ആണ്. 2/2 മെട്രിക്സ് റാങ്ക് 2 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും d∅p എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണ്. ഇവിടെ റാങ്ക് 2 എന്ന് പറയാൻ കാരണം എന്താ, റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മെട്രിക്സിൻ്റെ റാങ്ക് ആണെങ്കിൽ അതിൽ നോൺ സീറോ, അതായത് നോൺ സിംഗുലർ ആയിട്ടുള്ള ഹയസ്റ്റ് ഓർഡറുള്ള മെട്രിക്സിൻ്റെ റാങ്ക്. ഇവിടെ ഇപ്പോൾ 2/2 തന്നെ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണ്, അതുകൊണ്ട് തന്നെ റാങ്ക് എത്ര വരും, 2 വരും. അപ്പോൾ റാങ്ക് 2 ആണ്. അതൊന്നും ഇനിയിപ്പോൾ നോക്കിയില്ലെങ്കിലും ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണോ, നോൺ സിംഗുലർ ആണ്. മെട്രിക്സ് അല്ലെങ്കിൽ മാപ്പ് നോൺ സിംഗുലർ ആണ്. അപ്പോൾ നമുക്കിവിടെ d∅pൻ്റെ ഇതെന്ത് കിട്ടി, d∅pൻ്റെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ d∅pൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടപ്പോൾ നമുക്ക് നോൺ സീറോ കിട്ടിയതുകൊണ്ട് മാപ്പ് നോൺ സിംഗുലർ ആണ്. മാപ്പ് നോൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സർഫസ് പാരാമട്രൈസ്ഡ് ആൻഡ് സർഫസ് ആണ്. ഇവിടെ നമുക്ക് പാരാമട്രൈസ്ഡ് 2 സർഫസ് ഇൻ R3 ആണ്. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും പാരാമട്രൈസ്ഡ് സർഫസ് ആണോ നോക്കാൻ d∅p കാണുക, അത് നോൺ സിംഗുലർ. ഡിറ്റർമിനൻ്റ് കാണുക, അത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0, then it is നോൺ സിംഗുലർ. ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസും കൂടിയാണ് ഈ ടെക്സ്റ്റിലുള്ളത്. അത് ജസ്റ്റ് അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് കുറേ വാരി വലിച്ചതിക്ക് പോവാത്തത്. സാധനം വന്ന് എന്തായാലും പാരാമട്രൈസ്ഡ് സർഫസ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ സെയിം വേരി ചെയ്തൂടെ, അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണ്ടല്ലോ. അപ്പം പാരാമട്രൈസ്ഡ് സർഫസ് ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ d∅p കാണുക, ഡിറ്റർമിനൻ്റ് കാണുക, നോട്ട് സീറോ ആണെന്ന് പറയുക. ഇനിയിപ്പോൾ അഥവാ ചെയ്ത് എത്തിയില്ലെങ്കിലും ദാറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ പ്രൂവ് ചെയ്യാണല്ലോ, അപ്പോൾ നോൺ സിംഗുലർ ആണെന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പാരാമട്രൈസ്ഡ് സർഫസ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് ഫിനിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.